ഹായ് ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലേണിംഗ് ഫേസ്, എക്സാം ഫേസ്, അതിന് നിങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പഠനം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ഒരു തുടക്കം എങ്ങനെയായിരിക്കണം എന്നാണ് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് അത്യാവശ്യം നല്ല കമൻറ്റുകളാണ് അതിനകത്ത് വന്നത്. ആ കമൻറ്റുകളിൽ ഒരുപാട് കൺസേൺസ് ഉണ്ടായിരുന്നു. രക്ഷിതാക്കളുടെ കൺസേൺസ് ഉണ്ടായിരുന്നു, സ്റ്റുഡൻസിൻ്റെ കൺസേൺസ് ഉണ്ടായിരുന്നു. മാത്രമല്ല അത് കണ്ടിട്ട് ഒരുപാട് കുട്ടികൾ എന്നെ നേരിട്ടും അപ്രോച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി ആ കമൻറ്റുകൾക്കെല്ലാം തന്നെ ഒന്ന് മറുപടി പറയണം എന്ന് തോന്നി. ക്ലാസ് എടുക്കുമ്പോഴും കുട്ടികളൊക്കെ നമ്മളെ കാണാൻ വരുമ്പോഴും ഒക്കെ ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, എനിക്ക് തോന്നുന്നത് കുട്ടികൾക്ക് ചെറിയൊരു പേടി എവിടെയോ ഉണ്ട്. പേടി നമ്മളെ ഒരിക്കലും കോൺകർ ചെയ്യാൻ നമ്മൾ സമ്മതിക്കരുത്. പേടി എപ്പോഴാണോ നമ്മളെ ഹൗണ്ട് ചെയ്യുന്നത്, നമ്മളെ കോൺകർ ചെയ്യുന്നത്, ആ സമയത്ത് നമ്മുടെ എബിലിറ്റി, നമ്മൾ ഇടേണ്ട ഇഫേർട്ട് നന്നായിട്ട് തന്നെ കുറഞ്ഞു വരും. സോ നമ്മൾ മാക്സിമം ഇഫേർട്ട് ഇടണമെങ്കിൽ പേടി മാറ്റണം. അപ്പോൾ ഇപ്പോൾ ചിലരെങ്കിലും ആലോചിക്കുന്നുണ്ടാവും എന്താണ് ഈ പേടി എന്ന് പറഞ്ഞതെന്ന്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, ചില കുട്ടികൾ നമ്മളെ കാണാൻ വരുമ്പോൾ പറയും, മിസ്സേ എനിക്ക് ഫിസിക്സ് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഫിസിക്സ് എനിക്ക് പേടിയാണ് എന്ന് ആ കുട്ടി പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കടാ, ഫിസിക്സ് പഠിച്ചു തുടങ്ങിയപ്പോൾ ഒരു പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് അത് ആഴത്തിലെത്തിയിട്ടുണ്ടാകില്ല. അല്ലെങ്കിൽ വിരസമായ ക്ലാസ്സുകളിലൂടെ കടന്നുപോയപ്പോഴെപ്പോഴോ നമുക്ക് ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കേട് തോന്നിയതാകാം. അത് നിങ്ങളുടെ മാത്രം കുറ്റമല്ല, ഞാൻ ഉൾപ്പെടെയുള്ള അധ്യാപകരുടെ കുറ്റമാണ്, ആംബിയൻസിൻ്റെ കുറ്റമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം. അങ്ങനെ എങ്ങനെയോ നമ്മൾ ആ സബ്ജക്റ്റിനെ ഒന്ന് പേടിച്ചു പോയി. ആ പേടി നിങ്ങൾ ഇവിടെയും കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവിടെയും ഫിസിക്സ് എത്ര നന്നായിട്ട് വരുമ്പോഴും നിങ്ങൾ ആ ക്ലാസ്സിനെ അപ്രോച്ച് ചെയ്യുന്നത് തന്നെ, ആ ഒരു സബ്ജക്റ്റിൻ്റെ അധ്യാപകൻ ക്ലാസ് വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അയ്യോ ഫിസിക്സ് ആണ് പഠിപ്പിക്കാൻ പോകുന്നത്, എനിക്ക് പൊതുവെ പേടിയുള്ള സബ്ജക്റ്റാണ്, ഞാൻ എന്ത് ചെയ്യും, എനിക്കിത് കിട്ടുമോ, അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ പ്രാവശ്യം ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴും അധ്യാപകൻ പറയുന്ന പ്രോബ്ലംസിലൂടെ നിങ്ങൾ പോകുമ്പോഴും ഒക്കെ നിങ്ങളുടെ മനസ്സിൽ ആ പേടിയാണുള്ളത്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് പേടി വരുമ്പോൾ അനാവശ്യമായിട്ടുള്ള ഹോർമോണുകളെല്ലാം സെക്രീറ്റ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനുള്ള ആ ഒരു ഇഫക്റ്റീവ്നെസ് കുറയും, നമ്മുടെ കോൺസെൻട്രേഷൻ നന്നായിട്ട് മാറിപ്പോവും. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് നമ്മുടെ അറ്റൻഷൻ, നമ്മുടെ കോൺസെൻട്രേഷൻ അതിൽ പഠിത്തത്തിൽ നിർത്തണം എന്നുള്ളതാണ്. അങ്ങനെ നിർത്തണമെങ്കിൽ നമ്മൾ പേടിക്കാൻ പാടില്ല. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്, ഒരു ഏരിയ എനിക്ക് പേടിയാണ്. ആ പേടി നമ്മൾ മാറ്റി വെക്കണം. നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം കേട്ടോ. നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾക്ക് കല്ലിൽ ചവിട്ടാൻ പേടിയാണെന്ന് വെച്ചോ, കല്ല് കൊണ്ടാൽ തന്നെ എന്തോ പറ്റും എന്ന് വിചാരിച്ച് നിങ്ങൾ കല്ല് ചവിട്ടാതിരിക്കുവാണ്. അപ്പോൾ ഇതുവരെ പാരൻസ് നിങ്ങൾക്ക് നല്ല ചെരുപ്പൊക്കെ വാങ്ങി തന്ന് അല്ലെങ്കിൽ ഒരു പരവതാനിയിൽ കൂടെയാണ് നിങ്ങളെ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കല്ല് ചവിട്ടാൻ പേടിയാണ്. നമ്മൾ ഇതുവരെ അത് ചവിട്ടിയിട്ടില്ല. കാരണം ചവിട്ടുമ്പോൾ തന്നെ ചവിട്ടിയാൽ എന്തോ വരും എന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെ നമ്മൾ വിചാരിച്ചാൽ ജീവിതത്തിൽ എന്നെങ്കിലും ഒരിക്കൽ ആ കല്ല് ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? മാത്രമല്ല, എങ്ങാനും അബദ്ധത്തിൽ അത് ചവിട്ടേണ്ടി വന്നാൽ അത് നിങ്ങൾക്കുണ്ടാകുന്ന ആഘാതം, അത് ശാരീരിക ആഘാതം അല്ല, ഒരു മാനസികാഘാതം വളരെ വലുതുമായിരിക്കും. ആണോ അല്ലേ? പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചേ, ഒരു കല്ലിൽ നമുക്ക് പേടിയാണ്, ചവിട്ടാൻ എന്തോ വരുമെന്ന് കരുതിയിരിക്കുകയാണ്, ആയിക്കോട്ടെ. പക്ഷെ പേടിച്ചിട്ടാണെങ്കിലും അതിലൊന്ന് ചെറുതായിട്ടൊന്ന് ചവിട്ടി നോക്കിയേ. ആദ്യം ചവിട്ടുമ്പോൾ നമുക്ക് നന്നായിട്ട് വേദനിക്കും, കാരണം ഇതുവരെ നമ്മൾ അതിനെ എക്സ്പോസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കെന്തോ വലിയൊരു പ്രോബ്ലം ആയിട്ടായിരിക്കും ഫിസിക്കലി ആൻഡ് മെൻ്റലി നമുക്കത് ബാധിക്കാൻ പോകുന്നത്. പക്ഷേ ഒന്നുകൂടെ ചവിട്ടി ഗ്രാജുവലി നമ്മൾ ആ പേടിയെ നമ്മൾ അറിയാതെ തന്നെ കൺക്വർ ചെയ്യും. അപ്പോൾ നമ്മളെ പേടി കൺക്വർ ചെയ്യാതെ നമ്മൾ അവനെ കീഴടക്കാനാണ് നോക്കേണ്ടത്. അങ്ങനെ കീഴടക്കി പോകുമ്പോൾ നിങ്ങൾ 2 പ്രാവശ്യം 3 പ്രാവശ്യം ചവിട്ടി കഴിയുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഇൻറ്റൻസിറ്റി, അത് മെൻ്റലായിട്ടുള്ള പെയിൻ ആയാലും ഫിസിക്കൽ പെയിൻ ആയാലും അതിൻ്റെ ഇൻറ്റൻസിറ്റി രണ്ടാമത്തെ ചവിട്ടത്തിൽ കുറച്ചുകൂടെ കുറവായിരിക്കും. പക്ഷേ അവിടെ വേറൊരു കാര്യമുണ്ട്. ഒരു ചവിട്ടിൽ നമുക്ക് കാല് മുറിയുന്നു അല്ലെങ്കിൽ വേദനിക്കുമ്പോൾ നമ്മളത് ഇട്ടിട്ട് പോവുകയല്ല വേണ്ടത്. എനിക്ക് പേടിയാണ് ഫിസിക്സിന്, അല്ലെങ്കിൽ എനിക്ക് ഈ സബ്ജക്റ്റിനെ പേടിയാണ്, കെമിസ്ട്രിയെ പേടിയാണ്, ബയോളജി ഓർത്ത് വയ്ക്കാൻ എനിക്ക് പേടിയാണ്, എനിക്ക് വാക്കുകൾ പഠിച്ചാൽ മറന്നു പോകും. അങ്ങനെ നിങ്ങൾ പേടിച്ചിരുന്നാൽ ഒരിക്കലും നമുക്കതിനെ ചവിട്ടി മുന്നോട്ട് പോകാൻ പറ്റില്ല. പേടി ആയിക്കോട്ടെ, പതുക്കെ ഒന്ന് ചവിട്ടി നോക്കിയേ. ആദ്യത്തെ പ്രാവശ്യം ചവിട്ടി നമുക്ക് വളരെ തീവ്രമായ ഒരു പ്രോബ്ലം ഉണ്ടായി. രണ്ടാമത്തെ പ്രാവശ്യം ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് കുറയും. മൂന്നാമത്തെ പ്രാവശ്യം ആകുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും. പക്ഷേ അവിടെ പേഷ്യൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്കൊരു ക്ഷമ വേണം. ഫിസിക്സ് പഠിച്ചു, നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നിങ്ങൾക്ക് അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ പേടിക്കുന്ന ഒരു സബ്ജക്റ്റ് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ഒറ്റ ക്ലാസ്സിൽ ഞാനിത് പഠിച്ചെടുക്കും, അങ്ങനെ വിചാരിക്കുകയേ ചെയ്യരുത്. കാരണം നമുക്കറിയാം നമുക്കതിനെ പേടിയാണ്. അതിനെ കീഴടക്കാൻ നമ്മളൊരു ഇഫേർട്ട് ഇടണം. ആ ഇഫേർട്ടിന് അത് കൺസിസ്റ്റൻ്റ് ഇഫേർട്ടാണ് ഇടേണ്ടത്. ആ ഒരു കൺസിസ്റ്റൻസിക്ക് നമുക്ക് വേണ്ടത് എന്താണ്? പേഷ്യൻസ് ആണ്. പഠിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. കുറേ പ്രാവശ്യം ഞാൻ 5 മണിക്കൂർ ചെയ്ത് പഠിച്ചു അല്ലെങ്കിൽ 6 മണിക്കൂർ ചെയ്ത് പഠിച്ചു, ഞാൻ ലേണിംഗ് ആപ്പ് കണ്ടു, എന്നിട്ടും എന്ന് പറയരുത്.
പേഷ്യൻസ് കാണിക്കണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇതുവരെ ഈ ഒരു സാഹചര്യത്തിലൂടെ പോയിട്ടില്ല, ഇങ്ങനെ ഞാൻ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ ക്ഷമയോടെ 2 3 പ്രാവശ്യം ആ കല്ലുകളിൽ ചവിട്ടി നടന്നു പോകുമ്പോൾ ഒരു 7-8 പ്രാവശ്യം ആകുമ്പോൾ പിന്നെ കല്ലുകൾ നിങ്ങൾക്ക് പ്രശ്നമല്ല. പിന്നെ എത്ര വലിയ കല്ലുകളുണ്ടെങ്കിലും നിങ്ങൾ സ്മൂത്തായിട്ട് നടന്നു പോകും. ഈ ഒരു എക്സാമ്പിൾ എപ്പോഴും നിങ്ങൾ പഠിത്തത്തിലും ഓർമ്മിച്ചോളൂ. പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്ന നിമിഷം ചെറുതായിട്ട് ഒരു ക്ഷമയോടുകൂടി അതിനെ അപ്രോച്ച് ചെയ്യൂ. ഈ ക്ഷമ എന്ന് പറയുന്നത് 1 മണിക്കൂറത്തേക്കോ 1 ദിവസത്തേക്കോ വേണ്ടിയല്ല, മറിച്ച് ത്രൂ ഔട്ട് ദ ഇയർ നിങ്ങൾ ഈ 1 വർഷം ഇവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഈ 1 വർഷവും നിങ്ങൾ ആ ക്ഷമയോടെ തന്നെ ഓരോ പാഠഭാഗങ്ങളെയും, ഓരോ ചാപ്റ്ററിനെയും, ഓരോ കോണ്ടന്റിനെയും, ഓരോ സബ്ജക്റ്റിനെയും അപ്രോച്ച് ചെയ്യണം. ആ ക്ഷമ വരുമ്പോൾ നിങ്ങൾക്ക് കൺസിസ്റ്റൻറ്റ് എഫേർട്ട് ഇടാൻ പറ്റും. നമുക്ക് ക്ഷമയില്ലാതെ വരുമ്പോൾ എഫേർട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കില്ല. ഒരു ദിവസം എഫേർട്ട് ഇട്ടു, രണ്ടാമത്തെ ദിവസം നമ്മൾ വേണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞ് താണു പോണു. അന്നത്തെ ദിവസം നമുക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് പറ്റിയതാണ്. അടുത്ത ദിവസം ചിലപ്പോൾ വീണ്ടും പോകും. ഈ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. നമുക്ക് എപ്പോഴും നമ്മുടെ വിജയത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിക്കോട്ടെ, പക്ഷെ നമ്മൾ ഇടുന്ന എഫേർട്ടിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമുക്ക് ഫിസിക്കലി വയ്യ, ഒരു പനി വന്നു, ചെറിയൊരു ഡൗൺഫോൾ വന്നു, അത് ഓക്കെ. അതല്ലാതെ നമ്മൾ ഇൻറ്റൻഷനലി ഒരു അപ്സ് ആൻഡ് ഡൗൺസ് പോകാൻ പാടില്ല. എപ്പോഴും നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കണം എഫേർട്ട്. ഈ എഫേർട്ട് കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മുടെ റിസൾട്ട് പക്കയായിരിക്കും. ഈ എഫേർട്ട് കൺസിസ്റ്റൻ്റ് ആകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പേഷ്യൻസ് വേണം. സോ പേഷ്യൻസ് ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ എഫേർട്ട് ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. കൺസിസ്റ്റൻ്റ് എഫേർട്ട് ഇട്ടാൽ ഒരു ഡൗട്ടും ഇല്ല, സക്സസ് നിങ്ങളുടെ കൂടെ തന്നെ ഇരിക്കും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നിങ്ങൾ ഈ പേടിക്കുന്ന ഫിസിക്സ്, അല്ലെങ്കിൽ ഓർക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ കരുതുന്ന ബയോളജിയുടെ ടേംസ്, അല്ലെങ്കിൽ കെമിസ്ട്രി, ഓർഗാനിക് പേരുകളൊക്കെ വരുമ്പോഴാണ് എനിക്ക് പറ്റുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നത്. വളരെ സിമ്പിളായിരുന്നു. അത് നിങ്ങൾ പഠിച്ച മെത്തേഡുകളുടെ ഒരു കുറവോ അല്ലെങ്കിൽ ഇതുവരെ പഠിച്ചു വന്ന ഒരു സ്ട്രാറ്റജിയോ കാരണമാണ് എന്ന് മനസ്സിലാക്കണം. കുഞ്ഞുങ്ങളെ, ഒരിക്കലും പേടി നിങ്ങളെ കീഴടക്കരുത്, മറിച്ച് നിങ്ങൾ പേടിയെ കീഴടക്കൂ. അതോടുകൂടി തന്നെ ക്ഷമയോടെ, എപ്പോഴും നമുക്ക് ക്ഷമയോടെയാണ് ഓരോ പാഠഭാഗങ്ങളെയും നമ്മൾ ക്ഷമയോടെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. ആ ക്ഷമ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻ്റ് എഫേർട്ടിലേക്ക് നയിക്കും. കൺസിസ്റ്റൻ്റ് എഫേർട്ട് ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് റിസൾട്ടും തരും. സോ എല്ലാവരും തന്നെ ഒന്നും പേടിക്കേണ്ട, വി ഓൾ ഹിയർ. അപ്പോൾ നിങ്ങൾ ഏറ്റവും സന്തോഷത്തോടെ കംഫർട്ടബിളായി തന്നെ മുന്നോട്ട് പോകൂ. അടുത്ത ആഴ്ച വീണ്ടും കാണാം. Brilliant Study Center, India's #1 coaching center for NEET and JEE.